ദേശീയപാതയിലെ അവസ്ഥ പരിതാപകരമാണെന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി ടോൾ പിരിവ് നിർത്തലാക്കിയത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഉത്തരവിനായി മാറ്റി. കേരളത്തിലെ ദേശീയപാതയിൽ ഇന്നലെ മാത്രം 12 മണിക്കൂറായിരുന്നു ബ്ലോക്ക് എന്ന് സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. മോശം റോഡ് ഉപയോഗിക്കുന്നതിന് എന്തിന് ടോൾ നൽകണമെന്നും കോടതി ചോദിച്ചു. 4 മാസമായി സംസ്ഥാനത്ത് തുടരുന്ന മഴയാണ് ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് കാരണമെന്നും പ്രശ്നപരിഹാരത്തിന് സർക്കാർ ആത്മാർത്ഥമായ ശ്രമം നടത്തുന്നുണ്ട് എന്നും സ്പീക്കർ AN ഷംസീർ കേരളത്തിൽ പ്രതികരിച്ചു. തകർന്നുകിടക്കുന്ന ദേശീയപാതയിലെ ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ കരാർ കമ്പനി സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി കേരളത്തിലെ ദേശീയപാതയിലെ യാത്രാ ദുരിതത്തെ നിശിതമായി വിമർശിച്ചത്. കേസ് കേൾക്കുന്ന ബെഞ്ചിൽ മലയാളിയായ ജസ്റ്റിസ് വിനോദ് ചന്ദ്രനുമുണ്ട്. ദേശീയപാതയുടെ അവസ്ഥ നേരിട്ടറിയുന്നതുകൊണ്ട് യാത്രാ ദുരിതം കോടതി എണ്ണി പറഞ്ഞു. ഇന്നലെ കുഴിയിൽ ലോറി വീണ് കുടുങ്ങിയത് കാരണമുണ്ടായ ഗതാഗത കുരുക്ക് 12 മണിക്കൂറായിരുന്നു. 1 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യേണ്ട ദൂരമാണ് ഇങ്ങനെ 12 മണിക്കൂർ എടുക്കുന്നത്. ദേശീയപാതയിലെ അവസ്ഥ പരിതാപകരമാണ്. സർവീസ് റോഡുകളടക്കം തകർന്നു കിടക്കുന്നു. സർവീസ് റോഡുകൾ ശക്തിപ്പെടുത്തേണ്ട ചുമതല PST കമ്പനിക്കെന്ന് ടോൾ കരാർ കമ്പനി പറഞ്ഞു. ദേശീയപാത അതോറിറ്റിക്കും വീഴ്ചയുണ്ടെന്ന് ടോൾ കരാർ കമ്പനി. റവന്യൂ വരുമാനം ഈ രീതിയിൽ ഇല്ലാതാക്കാനാവില്ല. ടോൾ പിരിവ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് തിരുത്തണം. ഇക്കാലം അത്രയും ടോൾ പിരിച്ചില്ലേയെന്ന് കരാർ കമ്പനിയോട് സുപ്രീംകോടതി ചോദിച്ചു. തുടർന്ന് അന്തിമ വിധി പറയാനായി ഹർജി മാറ്റി. ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ആത്മാർത്ഥമായ ശ്രമം നടത്തുന്നുണ്ടെന്ന് കേരളത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. 4 മാസമായി സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. നിലവിലെ അവസ്ഥയ്ക്ക് കാരണം മോശം കാലാവസ്ഥയാണ്. 4 മാസമായി വല്ലാത്ത രീതിയിലെ മഴയാണ്. അപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തെ പ്രതികൂല കാലാവസ്ഥ ബാധിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ജനങ്ങളുടെ വികാരത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ. അത് പരിഹരിക്കാൻ ആവശ്യമായ രീതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദം ചെലുത്തിയും ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് NHIയുടെ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് സ്റ്റേറ്റ് നല്ല നിലയിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമുക്ക് സമയബന്ധിത എനിക്ക് തോന്നുന്നു കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. കാലാവസ്ഥ നിർമ്മാണ പ്രവൃത്തികളെ ബാധിക്കുന്നതുകൊണ്ടാണ് സർവീസ് റോഡടക്കം തകർന്ന് ചെളിക്കുളമായി ഗതാഗതക്കുരുക്കും തീരാ യാത്രാ ദുരിതവും തുടരുന്നതെന്ന് സർക്കാർ. ദേശീയപാത അതോറിറ്റിയുടെയും വിശദീകരണം ഇതുതന്നെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.